ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ബി കെയർഫുൾ, ശ്രദ്ധാലുവായിരിക്കുക. ഏത് കാര്യത്തിലായാലും അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണുമെന്നും അത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ സംശയമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോകൾ തുടർന്ന് കാണുന്നത്. ഓക്കെ, കൂടുതൽ സമയം കളയാതെ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്ത് 2 വാക്കുകളാണ് എക്സ്ട്രാ വരുന്നത്. അതൊന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം. Be careful while walking on a wet floor. വെറ്റ് ഫ്ലോറിൽ കൂടി നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കുക, വൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സമയം. ഈ 2 വാക്കുകളാണ് ഇതിൽ റിപ്പീറ്റ് വരുന്നത്. ഇത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാം, പ്രാക്ടിക്കലായി ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. ബി കെയർഫുൾ നോട്ട് ടു സ്പിൽ ഓയിൽ ഓൺ ദ ഫ്ലോർ. ഫ്ലോറിലേക്ക് ഓയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിറഞ്ഞ പാത്രത്തിൽ നിന്ന് കുറച്ച് കളയുന്നതിനാണ്, ചൊരിയുക എന്നൊക്കെ പറയാം. അതിനാണ് സ്പിൽ ചെയ്യുക എന്ന് പറയുന്നത്. ബി കെയർഫുൾ നോട്ട് ടു സ്പിൽ ഓയിൽ ഓൺ ദി ഫ്ലോർ. ബി കെയർഫുൾ നോട്ട് ടു ഗോ ഔട്ട്സൈഡ് വൈൽ റൈനിങ്. മഴ പെയ്യുന്ന സമയത്ത് വെളിയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബി കെയർഫുൾ ദ ഫ്ലോർ ഈസ് സ്ലിപ്പറി. ഫ്ലോർ തെറ്റലുള്ളതാണ്, അതായത് വഴുക്കൽ ഉള്ളതാണ്. ഡോണ്ട് മൂവ് ഫാസ്റ്റ്. പെട്ടെന്ന് നീങ്ങരുത്, ഫ്ലോർ തെറ്റുന്നതാണ്. ഫ്ലോർ ഈസ് സ്ലിപ്പറി. ബി കെയർഫുൾ വൈൽ യൂസിങ് ടൂൾസ്. ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുക, ശ്രദ്ധിക്കുക. എന്ത് പറ്റും ശ്രദ്ധിച്ചില്ലെങ്കിൽ? പലപ്പോഴും മുറിവേൽക്കാനും മറ്റ് അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി ഈ സെന്റൻസ് ഒരിക്കൽ കൂടെ നോക്കുക. ബി കെയർഫുൾ നോട്ട് ടു ഗോ ഔട്ട്സൈഡ് വൈൽ റൈനിങ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു സെൻറ്റൻസ് ചേർക്കാം. ഇഫ് യു ഗോ ഔട്ട്സൈഡ് വൈൽ റൈനിങ് വിത്തൗട്ട് റെയിൻ കോട്ട് യു മേ ക്യാച്ച് കോൾഡ്. നിങ്ങൾക്ക് ജലദോഷം പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ മാറ്റിയാലോ? ഇഫ് യു ഗോ ഔട്ട്സൈഡ് വൈൽ റൈനിങ് വിത്തൗട്ട് ആൻ അംബ്രല്ല. ഒരു കുടയില്ല വെളിയിൽ പോയാൽ യു മേ ക്യാച്ച് കോൾഡ്. നിങ്ങൾക്ക് ജലദോഷം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സെന്റൻസുകൾ കുറച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി താഴെ ബി റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിരിക്കുക. ബി പ്രിപ്പയർഡ്, പ്രിപ്പയർ ചെയ്തിരിക്കുക. ബി ഹാപ്പി, സന്തോഷമായിരിക്കുക. ബി എനർജറ്റിക്, നല്ല ഉത്സവത്തോടുകൂടി ഇരിക്കുക. ഇതിൻ്റെ കൂടെ എല്ലാം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാൻ പറ്റും. ബി പ്രിപ്പയർഡ് ടു ഫേസ് ദി കോൺസിക്വൻസസ്. പരിണത ഫലങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ എന്തെങ്കിലും കാണിക്കും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അതാണ് ബി പ്രിപ്പയർഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ വന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ബിയും വൈലുമാണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കുക, വയലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സമയം. ഈ സെൻറ്റൻസുകളെല്ലാം വളരെ ഈസിയാണ്. ഇതൊന്ന് ബൈഹാർട്ട് ചെയ്താലും വേണ്ടില്ല, കുറേച്ച് നമ്മുടെ സംസാരത്തിനിടയിൽ മലയാളത്തിനിടയിൽ കുറച്ച് ഉപയോഗിച്ച് ശീലിക്കുക. ഇത്രയുമാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാവുന്നത്. Okay, dear friends, these are the things I have to share with you. This is Sriyamon signing off. Until meet again with another video.